നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ. കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ഇന്നേക്ക് ഏകദേശം 17 പേരാണ് ജമ്മു കാശ്മീരിലെ ബുദ്ദാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരണങ്ങൾ സംഭവിക്കുന്നതെന്നോ എന്ത് അസുഖമാണെന്നോ ഒന്നും ഇതുവരെ ഒരു മെഡിക്കൽ വിദഗ്ധേഴ്സിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു ഗ്രാമം ഇപ്പോൾ ഒരു കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ജമ്മു കാശ്മീർ മൊത്തം ഒരു ടെൻഷൻ, അതുപോലെ തന്നെ എന്ത് രോഗമാണ്, എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ്. പണ്ട് നമ്മുടെ നാട്ടില് ഈ കൊറോണ വൈറസ്, അതുപോലെ തന്നെ നിപ്പ വൈറസ് ഒക്കെ വന്ന സമയത്ത് ആളുകളെല്ലാം ഭയപ്പെട്ട് നിന്നില്ല. അതുപോലൊരു അവസ്ഥയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ പറ്റുന്നതെന്നോ എങ്ങനെയാണ് മരണപ്പെടുന്നതോ ഒന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സംഭവങ്ങളെല്ലാം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഫൈസൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളുടെ കല്യാണമായിരുന്നു. ആ ഒരു കല്യാണത്തിന് ആ ഒരു ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു കല്യാണങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയും ഏകദേശം 5 ദിവസത്തിന് ശേഷം ഈ ഫൈസലിന്റെ വീട്ടിലെ ഫൈസലിനുൾപ്പെടെ 4 കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള വയറുവേദനയും അതുപോലെ മയക്കവും അങ്ങനെയുള്ള രീതിയിലൊക്കെ വരികയും ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് തന്നെ ഇവരെല്ലാം മയങ്ങി വീഴുകയാണ്. മയങ്ങി വീണ ഒരു ചികിത്സയ്ക്ക് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നിട്ട് തന്നെ ഇവർ രോഗം മൂർച്ഛിച്ച് ഇവർ മരണത്തിന് കീഴടങ്ങിയാണ്. ഈ ഒരു അസുഖം എന്താണെന്ന്, ഇത്രയും പേര് പെട്ടെന്ന് എങ്ങനെ മരണപ്പെട്ടെന്നോ എന്നുള്ള എല്ലാം ടെൻഷനിൽ ഈ ഒരു രീതിയിലൊക്കെ ഡോക്ടർമാര് ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഫൈസൽ ഹുസൈന്റെ റിലേറ്റീവ് ആയിട്ടുള്ള റഫീഖും അതുപോലെ റഫീഖിന്റെ ഗർഭിണിയായ ഭാര്യയും അതുപോലെ തന്നെ 2 കുട്ടികളും അതുപോലെ തന്നെ അവിടുത്തെ ഒരു മുത്തശ്ശിയും എല്ലാം കൂടി ഇതേ രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. പക്ഷെ അവർക്കും ഈ ഒരു രോഗം പെട്ടെന്ന് തന്നെ വലിയ രീതിയിലോട്ട് മാറുകയും അവരും മരണത്തിന് കീഴടങ്ങിയാണ്. അപ്പോൾ തന്നെ ഡോക്ടർമാർക്കെല്ലാം ഭയങ്കര ഡൗട്ടായി. കാരണം ആ ഒരു രോഗം വൈറൽ ഫീവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വ്യക്തമായി കാണും. കാരണം അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുകൊണ്ടൊന്നും അല്ല മരണകാരണം എന്നൊക്കെ മനസ്സിലായിരുന്നു. പക്ഷെ എന്ത് രോഗമാണ് ഇവർക്ക് പിടിപെട്ടതെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ ഒരു സ്ഥലം തന്നെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി വരുത്തുകയാണ്. അതുപോലെ തന്നെ തൊട്ട അയൽവക്കക്കാരായിട്ടിരുന്ന മുഹമ്മദ് അസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു 6 പേരും ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് വരികയാണ്. അവരും ഇതേ ഒരു രീതിയിലോട്ട് മുമ്പോട്ട് പോവുകയും അവരും പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാമത്തിലുള്ള 3 കുടുംബത്തിലുള്ള ഇത്രയും പേരും പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുമ്പോൾ തന്നെ അവർക്ക് ആർക്കും ഏതാണെന്നൊന്നും മനസ്സിലാവുന്നുമില്ല. ഒരു രോഗം അവർക്ക് കണ്ടെത്താനും സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും പ്രത്യേകിച്ച് ഒരു വൈറൽ ഫീവറോ അതുപോലെ തന്നെ ദേഹത്ത് ഇതുപോലെ വിഷങ്ങൾ ചെന്നതായിട്ടോ ഒന്നും കണ്ടെത്താനും സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തെ ആ ഒരു ഗ്രാമം പെട്ടെന്ന് വലിയ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പോവുകയാണ്. കാരണം ഈ നിപ്പയൊക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ആളുകളൊക്കെ നിന്നിരുന്നത്, ഒരു വലിയ ടെൻഷനൊക്കെ ഉള്ള രീതിയിലായിരുന്നില്ല. ആ ഒരു രീതിയിലോട്ട് മാറുകയാണ് ആ ഒരു ഗ്രാമം. തൊട്ടയൽവക്കത്തെ വീടുകളിൽ പോലും ആർക്കും പോകാൻ പറ്റാത്തൊരു രീതിയിലും അതുപോലെ തന്നെ തൊട്ടയൽവക്കത്തുള്ളവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാനോ സംസാരിക്കാനോ കൂടിച്ചേർത്ത് നിൽക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ എല്ലാവർക്കും തട്ടുള്ളവരെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. കാരണം ഒരു രോഗം പകരുന്നതാണോ പകരാത്തയാണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ആ ഒരു ഗ്രാമത്തിലുണ്ടായിരിക്കുന്നവരെല്ലാം ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് വലിയ വലിയ ഡോക്ടേഴ്സും അതുപോലുള്ള വലിയ മെഡിക്കൽ വിദഗ്ധേഴ്സിനെയും എല്ലാം ആ ഒരു സ്ഥലത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് അയച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ആ ഒരു സ്ഥലം ഇപ്പോൾ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസം മുമ്പായിരുന്നു ഈ ഒരു സ്ഥലം കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി മാറ്റിയിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് ആർക്കും വരാനോ അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് ആർക്കും പുറത്തോട്ട് പോകാനോ ഒന്നും സാധിക്കാത്ത രീതിയിലാണ്. അത്രമാത്രം ഒരു വലിയ ടെൻഷനുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഗ്രാമം ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ഒരു ഗ്രാമം എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ആ ഒരു സംസ്ഥാനം തന്നെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ഏതൊരു രോഗമാണെന്നൊന്നും മനസ്സിലാകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ ഒരു CM പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ന്യൂറോസിറ്റി എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയാണ്. ന്യൂറോസിറ്റി എന്ന് പറയുന്നത് ഈ നെർവസിനെ എല്ലാം കൊല്ലുന്ന, അതേപോലെ നെർവസ് എല്ലാം ഡാമേജസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു അസുഖമാണ്. ഇത് പിടിപെടുന്നത് മനുഷ്യനിർമ്മിതമായിട്ടായാലും, അതായത് ചില പോയിസൺസ് ഉള്ളിൽ ചെല്ലുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൽ നിന്ന് ഉണ്ടാകുന്ന ചില പോയിസൺസ്, ചില അലർജിക്ക് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഇത് താമസിച്ചു കഴിഞ്ഞാൽ ഇതിന് ചികിത്സ വലിയ പാടാണ്. അതുപോലെ തന്നെ നെർവ്സ് എല്ലാം വലിയ രീതിയിൽ ഡാമേജ് ആകുകയും പിന്നീട് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വലിയ പാടുമാണ്. പക്ഷേ ഇപ്പോഴും അത് തന്നെയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല.
പോലീസ് ഇപ്പോൾ അവിടെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കല്യാണത്തിന് വന്നപ്പോൾ ആരെങ്കിലും ഫുഡിനകത്ത് വിഷം വല്ലതും ചേർത്തിട്ടുണ്ടോ, അതോ ഇനി ആ ഒരു കുടുംബത്തിനോടോ വൈരാഗ്യമോ എന്തെങ്കിലും ദേഷ്യമുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഉള്ള രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാരണങ്ങളൊക്കെ നടക്കുന്നതിനുള്ള റീസൺസ് എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഗവൺമെന്റിനും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.